CK ടോക്സിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിലവിൽ കേരള ബ്ലാസ്റ്റേഴ്സ് FC ഒരുപാട് പ്രതിസന്ധികൾ അതിജീവിക്കുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് സൂപ്പർ താരങ്ങളുടെ പരിക്ക്. നിരവധി വിദേശ താരങ്ങളും ഇന്ത്യൻ താരങ്ങളും പരിക്ക് പറ്റിക്കൊണ്ട് പുറത്താണിപ്പോൾ. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ പ്രധാനമായും പറയാൻ പോകുന്നത് ചെന്നൈ പരിശീലകനായ ഓവൻ കോയിൽ ബ്ലാസ്റ്റേഴ്സിനെ കുറിച്ച് പറഞ്ഞ കാര്യങ്ങളാണ്. വിശദമായ വീഡിയോയിലോട്ട് കടക്കുന്നതിന് മുമ്പായി നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഇതുപോലുള്ള കൂടുതൽ ബ്ലാസ്റ്റേഴ്സ് അപ്ഡേറ്റുകൾക്ക് വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു വെക്കാനൊന്ന് ശ്രമിക്കുക. പരിക്കുകളിലെല്ലാം കേരള ബ്ലാസ്റ്റേഴ്സിന് ഏറ്റവും കൂടുതൽ തിരിച്ചടിയായത് ഉറുഗ്വൻ അറ്റാക്കിംഗ് മിഡ്ഫീൽഡറായ അഡ്രിയാൻ ലൂണയുടെ പരിക്കാണ്. പക്ഷേ ഈ സമയവും കടന്നു പോകുമെന്ന് പറഞ്ഞുകൊണ്ട് ബ്ലാസ്റ്റേഴ്സിന്റെ പരിശീലകനായ ഇവാൻ വുക്കോമാനോവിച്ച് ആണ് താരങ്ങൾക്കെല്ലാം തന്നെ ഒരു മോട്ടിവേഷൻ നൽകിയത്. ആശാൻ മിഡ്ഫീൽഡിൽ ലൂണയുടെ ആ ഒരു ആഭാവം പോലും ഇതുവരെ കാണിച്ചിട്ടില്ല. ലൂണ പോയതോടെ ബ്ലാസ്റ്റേഴ്സിന്റെ മധ്യനിരയിൽ ഇപ്പോൾ 4 ഇന്ത്യൻ പ്ലേയേഴ്സ് ആണ് കളിക്കാറുള്ളത്. ചില നിമിഷം നമുക്ക് ലൂണ പോയത് നന്നായി എന്ന് വരെ തോന്നിപ്പോവും. കാരണം ഒരുപാട് യങ് പ്ലേയേഴ്സിന് ബ്ലാസ്റ്റേഴ്സിൽ ഇപ്പോൾ അവസരങ്ങൾ ലഭിക്കുന്നുണ്ട്. കൂടാതെ ആശാന്റെ ഇത്തരത്തിലുള്ള ഒരു കോൺഫിഡൻസ് തന്നെയാണ് ലൂണയില്ലാത്ത 3 മത്സരങ്ങളും ബ്ലാസ്റ്റേഴ്സിനെ ജയിക്കാൻ പ്രേരിപ്പിച്ചത്. ഇത്തരം ഒരു മികച്ച പ്രകടനം തന്നെ നടത്തി പോയിക്കൊണ്ടിരിക്കുന്ന കേരള ബ്ലാസ്റ്റേഴ്സിനെ ഇപ്പോൾ പുകഴ്ത്തിക്കൊണ്ട് ചെന്നൈ പരിശീലകൻ ഓവൻ കോയിൽ രംഗത്തേക്ക് വന്നിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇപ്രകാരം: മറ്റെല്ലാ ക്ലബ്ബുകളും അഡ്രിയാൻ ലൂണയെ കേരള ബ്ലാസ്റ്റേഴ്സ് FC വലിയ തരത്തിൽ ആശ്രയിക്കുന്നുണ്ട് എന്നാണ് കരുതിയിരിക്കുന്നത്. ഇതുകൂടാതെ ലൂണയില്ലാത്ത മത്സരങ്ങളിൽ കേരള ബ്ലാസ്റ്റേഴ്സ് FCക്ക് മികച്ച പ്രകടനങ്ങളൊന്നും പുറത്തേക്കെടുക്കാൻ കഴിയില്ല എന്നും ചിലർ വിശ്വസിക്കുന്നു. അതുകൊണ്ട് തന്നെ ലൂണക്ക് പരിക്ക് പറ്റിക്കൊണ്ട് പുറത്തേക്ക് പോയ തക്കം നോക്കി ബ്ലാസ്റ്റേഴ്സിനെ തളക്കാം എന്നായിരുന്നു മറ്റു ISL ക്ലബ്ബുകളുടെ കണക്കുകൂട്ടൽ. പക്ഷേ ഈ ഒരു ലൂണയില്ലാത്ത വല്ലാത്തൊരു പ്രതിസന്ധി ഘട്ടത്തിലും വളരെ മികച്ച പ്രകടനം തന്നെയാണ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഭാഗത്തു നിന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇങ്ങനെയെല്ലാമാണ് ചെന്നൈ പരിശീലകനായ ഓവൻ കോയിൽ ബ്ലാസ്റ്റേഴ്സിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. ഏകദേശം 3 വർഷത്തോളമായി കേരള ബ്ലാസ്റ്റേഴ്സ് FCയിൽ വലിയ തരത്തിലുള്ള മാറ്റങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുന്നു. ഇവാൻ ആശാന്റെ വലിയ തരത്തിലുള്ള തന്ത്രങ്ങൾ തന്നെയാണ് ഇതിന്റെ പിന്നിലെ രഹസ്യം. അതിനൊരു ഉത്തമ ഉദാഹരണം തന്നെയാണ് ആശാൻ വന്ന സീസണിൽ തന്നെ ബ്ലാസ്റ്റേഴ്സ് ഫൈനലിൽ പ്രവേശിച്ചത്. ഏതായാലും ഇവാൻ ആശാൻ വന്നതിന്റെ വലിയൊരു എഫക്റ്റ് തന്നെ നമുക്കിപ്പോൾ ബ്ലാസ്റ്റേഴ്സിന്റെ സ്ക്വാഡ് നോക്കിയാലും ബ്ലാസ്റ്റേഴ്സിന്റെ പരിശീലനങ്ങളൊക്കെ നോക്കിയാലും കാണാൻ സാധിക്കും. വീഡിയോയെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ താഴെ കമന്റ് രൂപത്തിൽ രേഖപ്പെടുത്തുക. ഇതുപോലുള്ള ബ്ലാസ്റ്റേഴ്സിനെ കുറിച്ചും ISL കുറിച്ചുമുള്ള ഏറ്റവും പുതിയ വാർത്തകൾ ലഭിക്കുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു വെക്കാൻ കൂടി ശ്രമിക്കുക. അപ്പോൾ അടുത്തൊരു അപ്ഡേറ്റുമായി വീണ്ടും വരാം. ഗുഡ് ബൈ.